നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ചില ക്രിമിനലുകൾക്ക് അവർ ജയിലിലായാലും പുറത്തായാലും വലിയ VIP പരിഗണനയാണ് ലഭിക്കുന്നത്. ഇത് ഒന്നും രണ്ടും സംഭവങ്ങളല്ല. നമുക്കറിയാം, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെല്ലാം തന്നെ അവർ അറിഞ്ഞോ അറിയാതെയോ എന്ന് പറയുന്നതാവും ശരി, എല്ലാവരും CPMന്റെ നേതാക്കളുമായി അല്ലെങ്കിൽ CPMുമായി അടുത്ത് ഇടപഴകുന്ന അടുത്ത് ബന്ധമുള്ള ആളുകളാണ്. അത് അന്ന് TP ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്ന അന്ന് മുതൽ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്. പിന്നീട് അതിൻ്റെ കേസിൻ്റെ വിചാരണ നടന്നു, കേസിൽ വിധി വന്നു. ഇവരൊക്കെ തന്നെ കൊടിസുനിയും ഷിനോജും മുഹമ്മദ് ഷാഫിയും ഒക്കെ തന്നെ ജയിലിലാവുകയും ചെയ്തു. ഇപ്പോഴിതാ ഇവർക്ക് VIP പരിഗണനയല്ല, VVIP പരിഗണനയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും പോലീസും നൽകുന്നത്. അതായത് മദ്യത്തിന് മദ്യം, ഭക്ഷണത്തിന് ഭക്ഷണം, പരോളിന് പരോള്, മാത്രമല്ല വിവാഹം വരെ നമ്മുടെ നിയമസഭാ സ്പീക്കറൊക്കെ പോയി നടത്തി കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഗതി മാറിയിരിക്കുന്നു. അത്രത്തോളം ആർക്കൊക്കെയോ VIP-കളാണ് ഇവർ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആർക്കാണ് എന്ന് പറയാതെ നമുക്ക് തന്നെ അറിയാം. ഇപ്പോഴിതാ കൊടിസുനി കഴിച്ചത് മദ്യമാണോ അല്ലെങ്കിൽ ചൂടുവെള്ളമാണോ എന്ന കാര്യത്തിൽ പോലീസിൽ തർക്കം നിലനിൽക്കുകയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് തലശ്ശേരിയിൽ നിന്നും കോടതിയിൽ നിന്നും മടങ്ങുന്ന വഴിയാണ് കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് തുറന്നു വെച്ച് ഗ്ലാസ്സിൽ മദ്യമൊഴിച്ച് പിന്നീട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതൊക്കെ കഴിച്ച് നല്ല കിക്കായി നിൽക്കുന്ന കൊടിസുനിയും കൂട്ടരെയും നമ്മൾ കണ്ടതാണ്. ഇത് ആരോ അന്ന് മൊബൈൽ ക്യാമറയിൽ പകർത്തി പിന്നീട് അത് ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വലിയ വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട 3 CPOമാർക്ക് സസ്പെൻഷനും നമ്മുടെ ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ കൊടിസുനിക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതായത് കൊടിസുനി കഴിച്ചത് മദ്യമാണോ എന്ന് തെളിയിക്കാൻ തെളിവില്ല. ഈ മദ്യമാണോ എന്ന് തെളിയിക്കാൻ തെളിവില്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിലാണ് കൊടിസുനിയെ മദ്യപിക്കാൻ സഹായിച്ചതിൻ്റെ പേരിൽ 3 പോലീസുകാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചത് എന്ന് കൂടി ഓർക്കണം. പക്ഷേ കൊടിസുനിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇതിൽ UDFന്റെ ഭാഗത്തു നിന്ന് ഒരാൾ പോലും പരാതി നൽകിയിട്ടില്ല എന്നതാണ് ഏറെ കൗതുകകരം ആയ കാര്യം. എന്തായാലും കൊടിസുനിയെ പേടിച്ചിട്ടാണോ ലീഗുകാരും കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും തന്നെ ഒരു പരാതി കൊടുക്കാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. പോലീസ് പറയുന്നത് സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ല, പരാതിയില്ല. മാത്രമല്ല, മദ്യമാണോ കഴിച്ചത് എന്നറിയില്ല. പക്ഷേ പോലീസിൻ്റെ തന്നെ വിഭാഗമായ സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായി മദ്യപിച്ചു എന്ന റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 CPOമാർക്ക് ഇതേ ആഭ്യന്തര വകുപ്പ് തന്നെ നടപടിയെടുത്തത് അവർക്കെതിരെ. അപ്പോഴാണ് ചൂടുവെള്ളമാണോ മദ്യമാണോ കഴിച്ചത് എന്ന കാര്യത്തിൽ നമ്മുടെ പോലീസ് ഇപ്പോഴും തല പുകഞ്ഞ് ആലോചിക്കുന്നത്. എന്താണല്ലേ, ഒരാളെ വെട്ടിക്കൊന്ന് 51 വെട്ടുവെട്ടി കൊന്ന് ജയിലിലായാൽ പോലും പരോള്, അതേപോലെ സുഖവാസം, മദ്യം, ഇനി പെണ്ണിനെ അവിടെ ആരെങ്കിലും എത്തിക്കുന്നുണ്ടോ എന്നുകൂടി അറിഞ്ഞാൽ മതി. പെണ്ണിന് പെണ്ണ്, മദ്യത്തിന് മദ്യം, കഞ്ചാവിന് കഞ്ചാവ്. ജയിലിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കൊട്ടേഷൻ, സ്വർണം പൊട്ടിക്കൽ പോലുള്ള പരിപാടികളും ഇവരൊക്കെ തന്നെ നടത്തി എന്ന കാര്യവും നമുക്കറിയാം. എന്തായാലും ബഹുഖ്യം തന്നെയാണ് നമ്മുടെ സാക്ഷര കേരളം.